നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പാലൊടുക്ക സമയമാകുമ്പോൾ ഫോണിൽ വിളിച്ചാ മതി. ഞാൻ വന്നെടുത്ത് ആതിരയുടെ അടുത്ത് കൊണ്ടുപോവാ. അപ്പൊ ഗുഡ് നൈറ്റ്. അടി വാങ്ങിക്കും. ശരി, പൊയ്ക്കോ. വിശന്നിട്ട് കരയുകയാണെങ്കിൽ ഞാൻ തിരിച്ചു കൊണ്ടുവരാം. ശരി അടുത്തി. എന്തിനാ? വാ. മീരടുത്തി പറഞ്ഞു കേട്ടോ, പ്രസവിച്ച പെണ്ണുങ്ങളുടെ കൂടെ മുറിയിൽ കിടന്നൂടാന്ന്. ഓ പിന്നെ പഴയ ആളുകൾ അങ്ങനെ പലതും പറയും. അതൊന്നും നീ കാര്യാക്കണ്ട. ഞാൻ സന്ദീപിന്റെ മടിയില് കുറച്ചേരം കിടന്നോട്ടെ. ആഹാ, വന്ന് കിടക്കടോ. ഈ മടിത്തട്ട് നിനക്കുള്ളതല്ലേ. വാ. എത്ര ദിവസമായി ഇങ്ങനെ സന്ദീപിന്റെ മടിയിലൊന്ന് കിടന്നിട്ട്. കുഞ്ഞുങ്ങളൊക്കെ ആവുമ്പോ അങ്ങനെ തന്നെടോ. അവർക്ക് വേണ്ടി നമ്മള് സന്തോഷങ്ങളെല്ലാം മാറ്റിവെക്കേണ്ടി വരും. ഇനിയുള്ള നമ്മുടെ ജീവിതം നമ്മുടെ കുഞ്ഞിന് വേണ്ടി കൂടെ അല്ലേ. മോള് നന്നായി വളർത്തണം, പഠിപ്പിക്കണം. പിന്നെ ഇടയ്ക്ക് ഇതുപോലെ വീട് കിട്ടുന്ന ചില അപൂർവ നിമിഷങ്ങളിൽ നമുക്ക് സന്തോഷിക്കാം. അങ്ങനെ ഇപ്പൊ സന്തോഷിക്കണ്ട. ഇനി അങ്ങനെ സന്തോഷിക്കാൻ വേണ്ടി മനഃപൂർവ്വം കുഞ്ഞിനെ ഏട്ടത്തിന്റെ മുറിയിലേക്ക് കൊടുത്തയച്ചാണോ? ഏയ് അല്ലല്ല, കുഞ്ഞിന്റെ കാര്യം കഴിഞ്ഞോളൂ, ബാക്കിയെല്ലാം. കുഞ്ഞ് കഴിഞ്ഞാ പിന്നെ അമ്മ. നിങ്ങൾ രണ്ടുപേരോ എന്റെ എല്ലാം. പാലൊടുക്ക സമയമാകുമ്പോൾ ഫോണിൽ വിളിച്ചാ മതി. ഞാൻ വന്നെടുത്ത് ആതിരയുടെ അടുത്ത് കൊണ്ടുപോവാ. അപ്പൊ ഗുഡ് നൈറ്റ്. അടി വാങ്ങിക്കും. ശരി, പൊയ്ക്കോ. കരയണ്ട 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 കരയണ്ട. ഓ 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 ഓ. സച്ചേട്ടാ ഒന്ന് എണീറ്റേ. ഓ ഓ ഓ ഓ ഓ ഓ ഓ. കിടത്ത്. ഓ ഓ ഓ ഓ ഓ ഓ. ഏയ് ഇല്ല 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 ഇല്ല. ഭാവി എന്താണ്? ഓ ഓ ഓ ഓ ഓ ഓ. സുന്ദരി എന്താ ചക്രേ? എന്താണ്? നന്ദേട്ടാ
ഇത്രയും സുന്ദരിയായ ഒരു സ്ത്രീ ഇവിടെ ഇങ്ങനെ ഒരുങ്ങി നിന്നിട്ടും നന്ദേട്ടൻ എന്താ അത് കാണാത്തതുപോലെ പെരുമാറുന്നേ? സുന്ദരിയായ സ്ത്രീയോ? ഞാനിവിടെ നിന്നെ മാത്രമല്ലേ കാണുന്നുള്ളൂ. നന്ദേട്ടൻ കളിയാക്കൊന്നും വേണ്ട. അത്യാവശ്യ സൗന്ദര്യമൊക്കെ എനിക്കുണ്ട്. അങ്ങനെ തന്നെ എന്റെ വിശ്വാസം. നിനക്ക് അത്യാവശ്യം സൗന്ദര്യമൊക്കെ കാണും. എനിക്ക് അതിനൊരു കുഴപ്പമില്ല. ഞാനിവിടെ ഇരിക്കുന്നത് നിന്റെ സൗന്ദര്യത്തിന് മാർക്കിടാനും അല്ല. ഞാൻ ആലോചിക്കായിരുന്നു, എന്തൊരു മടുപ്പായി ജീവിതം. എന്നും വഴക്കും പകയും. ഇങ്ങനെയൊക്കെ മതിയോ നന്ദേട്ടൻ നമ്മുടെ ജീവിതം? ഛെ, ഇതിലൊന്നും ഒരു കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. നന്ദേട്ടനോടൊത്തുള്ളൊരു നല്ല ജീവിതം, നമുക്കൊരു കുഞ്ഞ്, അതൊക്കെ ഞാനും ആഗ്രഹിച്ചു തുടങ്ങി. നന്ദേട്ടൻ എന്നെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നപ്പോൾ നന്ദേട്ടന്റെ മനസ്സിലുള്ള സ്നേഹം ഇപ്പോഴും എന്നോടുണ്ടെന്ന് എനിക്കറിയാം. ഇല്ലെന്ന് നന്ദേട്ടന് പറയാൻ പറ്റുമോ? എനിക്കറിയാം അതൊക്കെ നന്ദേട്ടന് വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങളാ. നന്ദേട്ടന്റെ സ്വപ്നങ്ങളൊക്കെ ഒരു നിമിഷം കൊണ്ട് തകർത്തവളായി ഞാൻ. അതിനുള്ള ശിക്ഷയൊക്കെ ഞാൻ അനുഭവിക്കുന്നുണ്ട്. അതിന്റെ ഏറ്റവും വലിയ ശിക്ഷയാ നമുക്ക് നഷ്ടമായ നമ്മുടെ കുഞ്ഞ്. ഉറങ്ങാൻ വന്ന നന്ദേട്ടനെ ഞാൻ ഓരോന്ന് പറഞ്ഞ് ശല്യപ്പെടുത്തുകയല്ല. എനിക്ക് എന്റേതായ കാര്യങ്ങൾ പറയണമല്ലോ. എത്രയൊക്കെ വാശിയും ദേഷ്യം എന്നൊക്കെ പറഞ്ഞാലും എല്ലാത്തിനുപരി ഞാനും ഒരു സ്ത്രീയല്ലേ. സ്ത്രീ എന്ന് പറഞ്ഞ മജ്ജയും മാംസമൊക്കെ ഉള്ളൊരു സ്ത്രീ. അപ്പോ ഏതൊരു സ്ത്രീയും ആഗ്രഹിക്കുന്ന എല്ലാ സ്നേഹവും പരിഗണനയൊക്കെ ഞാനും ആഗ്രഹിക്കുന്നതിൽ എന്നെ തെറ്റു പറയാൻ പറ്റുമോ? നന്ദേട്ടന്റെ കാര്യം അങ്ങനെ തന്നെ. ദേഷ്യവും വാശിയൊക്കെ മാറ്റിവെക്കുമ്പോ നല്ല പച്ചയായ മനുഷ്യരാ നമ്മൾ രണ്ടുപേരും. ഈ മുറിയിൽ നമ്മുടെ കലഹങ്ങൾക്കും പിണക്കങ്ങൾക്കും ഒന്നും ഒരു സ്ഥാനവുമില്ല. മറ്റു കാര്യങ്ങളെല്ലാം ഞാൻ ദാ ഇവിടെ വെച്ച് മറക്കാൻ ശ്രമിക്കുക. ഒന്നിച്ച് ആഘോഷിക്കേണ്ടിയിരുന്ന ഇതുപോലുള്ള പല രാത്രികളും വഴക്കിട്ടും തമ്മിൽ തല്ലിയും കരഞ്ഞും നമ്മൾ തീർത്തു. ഇനി മുതല് അതൊന്നും വേണ്ട. നല്ല പ്രായത്തിൽ തന്നെ നമുക്ക് നല്ലപോലെ ജീവിക്കാം. നന്ദേട്ടന്റെ അവന്തികയുടെ ദാമ്പത്യം ഒരിക്കലും ഒരു പരാജയമാവാൻ പാടില്ല. ഇത്രയും കാലത്തെ എല്ലാ വിദ്വേഷങ്ങളും ഇനി തൊട്ടുള്ള നമ്മുടെ പരസ്പര സ്നേഹത്തിനും വിശ്വാസത്തിനും മാറ്റാൻ കഴിയുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഇത് നമുക്ക് വേണ്ടി ഈശ്വരൻ തീരുമാനിച്ച രാത്രിയാ. നന്ദനും അവന്തികയും ഒന്നിക്കുന്ന രാത്രി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.